അലൈക്കും വറഹ്മത്തുള്ള. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫോർമലായിട്ട് റോളുകൾ, റെസ്പോൺസിബിലിറ്റികൾ, അതോറിറ്റികൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഫോർമലായിട്ട് രൂപീകരിച്ച് കൊടുക്കുന്നതിനാണ് അല്ലെങ്കിൽ ആ രൂപീകരണത്തിനാണ് എന്ത് പറയുന്നത്, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടാസ്കുകൾ എങ്ങനെ ഡിവൈഡഡ് ആയിരിക്കണം, ഗ്രൂപ്പ് എങ്ങനെ ആയിരിക്കണം, എത്ര കോർഡിനേറ്റഡ് ആയിരിക്കണം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അത് വർക്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ഫോർമൽ സിസ്റ്റം ഓഫ് ടാസ്ക് ആൻഡ് അതോറിറ്റി റിലേഷൻഷിപ്പ് that controls how people coordinate their action and use resources to achieve organization goals. അപ്പോൾ ഫോർമലായിട്ട് ആളുകൾ അതോറിറ്റികളെയും ടാസ്കുകളെയും അല്ലെങ്കിൽ അതിനുള്ള റിലേഷൻഷിപ്പുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ആളുകൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻസിന് റിസോഴ്സുകളെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് അവർ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളതാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. ഇനി ഇതിന് നാച്ചുറലാണ് പറയാൻ പോകുന്നത്. ഇത് ഓൾവേസ് ഫോർമലായിരിക്കും. ഫോർമലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സെക്രട്ടറി, ആൾ പ്രസിഡൻറ്റ്, ഇങ്ങനെ ഫോർമലായിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ പിന്നെ ഹൈറാർക്കിലായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഹൈറാർക്കി ഉണ്ടാവും. മേലെ ഒരാൾ, മേലെ CEO, പിന്നെ MD, അങ്ങനെ HR, അങ്ങനെ ഫോർമലായിട്ട് ഒരു ഹൈറാർക്കി ഉണ്ടാവും. പിന്നെ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടായിരിക്കും. പിന്നെ മൊത്തത്തിലൊരു ഗോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഓരോരുത്തർക്കും ഓരോ വർക്ക് ഉണ്ടായിരിക്കും, ഒരു ഗോൾ ഉണ്ടായിരിക്കും. പിന്നെ ഡൈനാമിക് ആയിരിക്കും, ആവശ്യത്തിനനുസരിച്ച് ഓർഗനൈസേഷൻ നീഡ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്തത് എലമെൻറ്റ്സുകളാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ എലമെൻറ്റുകൾ ഒന്നാമത്തത് വർക്ക് സ്പെഷ്യലൈസേഷനാണ്. ഓരോരുത്തർക്കും ഓരോ വർക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം, സ്പെസിഫിക് ടാസ്കുകൾ ഉണ്ടായിരിക്കണം. ഇത് അവർക്ക് എക്സ്പെർട്ടൈസും പിന്നെ അവരുടെ എഫിഷ്യൻസിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൈസേഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ജിയോഗ്രഫി, പിന്നെ അവർക്ക് കഴിവനുസരിച്ച് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് അവരുടെ ആക്ടിവിറ്റികൾക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജിയോഗ്രഫി, ഒരു കസ്റ്റമർ, ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റാക്കി തിരിക്കലാണ്. പിന്നെ അടുത്തൊരു ചെയിൻ ഓഫ് കമാൻഡാണ്. ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് അടിക്ക് ക്ലിയർ ആൻഡ് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള എന്ത് വേണം, അതോറിറ്റി ലൈന് വേണം. പിന്നെ അടുത്തത് സ്പാൻ ഓഫ് കൺട്രോളാണ്. നമ്പർ ഓഫ് സബോർഡിനേറ്റ് മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര ആൾക്കാർ പറ്റും, അയാൾക്ക് എത്ര മാനേജ് ചെയ്യാൻ പറ്റും, അത് ചിലപ്പോൾ വൈഡായിരിക്കും, നേരമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, ഡെസിഷൻ എടുക്കുക. പിന്നെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോവർ ലെവലിലുള്ള ആളുകൾ ഇപ്പം ഡെസിഷൻ എടുക്കാനുള്ള പവർ. പിന്നെ അടുത്ത് ഫോർമലൈസേഷനാണ്. എല്ലാ കാര്യങ്ങളും റിട്ടൺ ആയിട്ട് എഴുതി വെക്കുക, എല്ലാ പ്രൊസീജിയറുകളും ഒഫീഷ്യലാക്കുക എന്നുള്ളതാണ് ഇത്. അപ്പം ഇങ്ങനെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടും പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടും ഇരിക്കും, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒന്നാമത്തെ ലൈൻ സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അതോറിറ്റി, സിമ്പിൾ ക്ലിയർ, ഓരോരുത്തർക്ക് സിമ്പിളായിട്ടുള്ള അതോറിറ്റികളായിരിക്കും. ചെറിയ ഓർഗനൈസേഷനുകൾക്കാണ് ഇത്തരം സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്. എംപ്ലോയീസ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻ ഉണ്ടായിരിക്കും. അപ്പം എംപ്ലോയീസിനെ ഗ്രൂപ്പാക്കി തിരിക്കും. പിന്നെ അത് സ്പെഷ്യലൈസേഷന് സഹായിക്കുന്നു. പിന്നെ അടുത്തത് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചറാണ്. ലൈൻ മാനേജേഴ്സ് അസിസ്റ്റഡ് ബൈ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾ. അപ്പോൾ ഒരു മാനേജേഴ്സിൻ്റെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അതോറിറ്റികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൃത്യമായിട്ടുള്ള അതോറിറ്റികൾ ഉണ്ടായിരിക്കും, അത് അവർക്ക് യൂസ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഡിവിഷണൽ സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ്, ജിയോഗ്രഫി, കസ്റ്റമർ, സൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. അപ്പോൾ ലാർജ് ഓർഗനൈസേഷൻ്റെ വരുമ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറാണ് ബെസ്റ്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ഒരു കമ്മിറ്റി, പിന്നെ ജിയോഗ്രഫിന് ഒരു ജിയോഗ്രഫിക്ക് ഒരു കമ്മിറ്റി, പിന്നെ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ വേറൊരു ആൾക്കാർ. അപ്പം ഈ സ്ട്രക്ചറാണ് പിന്നുള്ളത്.
പിന്നെ അടുത്ത് മാട്രിക്സ് സ്ട്രക്ചറാണ്. ഇതുകൊണ്ട് കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ, ഡുവൽ അതോറിറ്റി സിസ്റ്റം. അപ്പോൾ ഇതിൽ ഫങ്ഷൻ ചെയ്യാനൊരു അതോറിറ്റി ഇതുണ്ടായിരിക്കും. പിന്നെ ഡിവിഷനിൽ ഈ ഓരോ ഡിവിഷനിലും ഓരോ അതോറിറ്റികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഡ്യുവൽ അതോറിറ്റി സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പ്രോപ്പർ ഡെസിഷൻ വർക്ക് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പിന്നെ എഫിഷ്യൻ്റായ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹകരണം, പിന്നെ കോർഡിനേഷൻ സഹായിക്കുന്നു. പിന്നെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ക്ലിയർ ആവാൻ ഇത് സഹായിക്കുന്നു. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇത് പ്രധാനമാണ്. പിന്നെ കൺട്രോളും സൂപ്പർവിഷനും ബെറ്ററായി നടക്കാനും ഇത് സഹായിക്കുന്നു. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ, സ്ട്രക്ചർ ഇൻഫ്ലുവൻസ് എംപ്ലോയി ബിഹേവിയർ, ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, പിന്നെ പ്രോപ്പർ സ്ട്രക്ചർ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. നല്ല സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് എഫിഷ്യൻസിയും ജോബ് സാറ്റിസ്ഫാക്ഷനും വർദ്ധിപ്പിക്കാനും സഹായിക്കും. പിന്നെ നല്ല തീരുമാനങ്ങൾ വരാൻ, ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവായ നടത്തിപ്പിന്, ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും കൂടി എന്ത് ചെയ്യാൻ ഉണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ പാർട്ടിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.